നമസ്കാരം. നിങ്ങളുടെ ബിസിനസ്സിനെ ഒരു പുതിയ രാജ്യത്തേക്ക്, ഒരു പുതിയ മാർക്കറ്റിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം? അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. കാരണം ഒരു സ്ഥലത്ത് സൂപ്പർ ഹിറ്റായ ഒരു ഐഡിയ വേറൊരു രാജ്യത്ത് അതേപോലെ ക്ലിക്കാകണമെന്നില്ല. അപ്പോ എന്താണ് ഇതിന്റെ ഒരു രഹസ്യം? നമുക്ക് നോക്കാം. ഇതിനെപ്പറ്റി എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എന്തിനായിരിക്കും വലിയ വലിയ കമ്പനികൾ പോലും പുതിയ മാർക്കറ്റുകളിൽ എത്തുമ്പോൾ പരാജയപ്പെടുന്നത്? ഇതിന്റെ ഉത്തരം ശരിക്കും വളരെ ലളിതമാണ്. അവർക്ക് അവിടുത്തെ ആളുകളുമായി, അവിടുത്തെ കസ്റ്റമേഴ്സുമായി ഒരു യഥാർത്ഥ ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല. പ്രോഡക്റ്റ് നല്ലതായിരിക്കും, പക്ഷെ അത് നമ്മുടെ പ്രോഡക്റ്റ് ആണെന്ന് അവിടുത്തെ ആളുകൾക്ക് തോന്നിയില്ലെങ്കിൽ കളി അവിടെ തീർന്നു. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ലോക്കലൈസേഷൻ എന്ന വാക്ക് വരുന്നത്. വളരെ സിമ്പിളായി പറഞ്ഞാൽ, ഒരു പുതിയ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റിനെ അവിടുത്തെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുന്ന പരിപാടിയാണിത്. ഇത് വെറുതെ ഭാഷ മാറ്റുന്നത് മാത്രമല്ലാട്ടോ, അവരുടെ സംസ്കാരം, നിയമങ്ങൾ, പിന്നെ അവരുടെ ഇഷ്ടങ്ങൾ, ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളുടെ പ്രോഡക്റ്റ് കാണുമ്പോൾ ആ നാട്ടുകാർക്ക് തോന്നണം ഇത് ഇവിടെ തന്നെ ഉണ്ടായതാണെന്ന്. ഏതൊരു വലിയ യാത്രയ്ക്കും ഒരു പ്ലാൻ വേണമല്ലോ. അതുപോലെ ഒരു പുതിയ രാജ്യത്തേക്ക് പോകുന്നതിനു മുൻപ് നമുക്ക് വ്യക്തമായ ഒരു സ്ട്രാറ്റജി വേണം. വെറുതെ എടുത്തു ചാടിയിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് എവിടെ തുടങ്ങണമെന്ന് നോക്കാം. നല്ലൊരു തുടക്കത്തിന് ഈ 3 കാര്യങ്ങളിൽ നമുക്ക് നല്ല വ്യക്തത വേണം. ഒന്നാമത്തേത്, നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? കസ്റ്റമേഴ്സുമായി കൂടുതൽ അടുക്കാനാണോ, അതോ അവിടുത്തെ നിയമങ്ങൾ പാലിക്കാൻ വേണ്ടി മാത്രമാണോ? രണ്ടാമത്, നമ്മൾ ഏത് രാജ്യമാണ് ടാർഗറ്റ് ചെയ്യുന്നത്? അവസാനം, നമ്മുടെ ഏത് പ്രോഡക്റ്റാണ് നമ്മൾ അവിടെ ആദ്യം ഇറക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരം നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ശരി, ഇനി നമുക്ക് കസ്റ്റമർ നേരിട്ട് കാണുന്ന, തൊടുന്ന, അനുഭവിക്കുന്ന കാര്യങ്ങളിലേക്ക് വരാം. അതായത്, നിങ്ങളുടെ പ്രോഡക്റ്റ് അവർക്ക് തീർത്തും സ്വാഭാവികമായി തോന്നാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം. ഇവിടെയാണ് ട്രാൻസ്ലേഷനും ട്രാൻസ്ക്രിയേഷനും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ വിവർത്തനം എന്നു പറഞ്ഞാൽ വെറുതെ വാക്കുകളെ മാറ്റുന്നതാണ്. എന്നാൽ ട്രാൻസ്ക്രിയേഷൻ അങ്ങനെയല്ല. അതൊരു ആശയത്തിന്റെ ഫീലിംഗ്, അതിന്റെ ആത്മാവ്, അതിനെയാണ് മറ്റൊരു സംസ്കാരത്തിന് ചേർന്ന രീതിയിൽ മാറ്റിയെടുക്കുന്നത്. നിങ്ങളുടെ ഒരു പരസ്യവാചകം അതേപടി വേറൊരു ഭാഷയിലേക്ക് മാറ്റിയാൽ ചിലപ്പോൾ അത് തമാശയായി പോകും. പക്ഷേ ട്രാൻസ്ക്രിയേഷൻ അതിന് ആ നാട്ടുകാരുടെ ഹൃദയത്തിൽ കൊള്ളുന്ന ഒരു പുതിയ രൂപം നൽകും. നിങ്ങളുടെ പ്രോഡക്റ്റ് ആ നാടിന്റെ ഒരു ഭാഗമായി മാറണം. ഉദാഹരണത്തിന്, ചില രാജ്യങ്ങളിൽ വെള്ളനിറം ദുഃഖത്തിന്റെ അടയാളമാണ്, വേറെ ചിലയിടത്തത് പവിത്രതയുടെയും. അപ്പോൾ ഇതൊന്നും അറിയാതെ പോയാൽ പണി പാളും. നിങ്ങളുടെ മാർക്കറ്റിംഗ് അവിടുത്തെ ഓണമോ ക്രിസ്മസോ പോലുള്ള ഉത്സവങ്ങളുമായി കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അവിടുത്തെ ആളുകളുടെ ടേസ്റ്റിനനുസരിച്ച് പ്രോഡക്റ്റിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതുപോലും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. കസ്റ്റമറുമായി ഒരു വിശ്വാസമുണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ അവരുടെ ഭാഷയിൽ സംസാരിക്കണം. അത് നിർബന്ധമാണ്. നിങ്ങളുടെ വെബ്സൈറ്റ്, ആപ്പ്, എന്തിന് കസ്റ്റമർ സപ്പോർട്ട് വരെ അവരുടെ ഭാഷയിലായിരിക്കണം. പ്രോഡക്റ്റിന്റെ പാക്കറ്റിൽ എഴുതുന്ന വിവരങ്ങൾ പോലും അവിടുത്തെ ഭാഷയിലും നിയമങ്ങൾക്കും അനുസരിച്ചായിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് പുറമേക്ക് അത്ര പെട്ടെന്ന് കാണാൻ പറ്റാത്ത പക്ഷെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാം. ഓരോ മാർക്കറ്റിലുമുള്ള ചില എഴുതപ്പെടാത്ത നിയമങ്ങളെക്കുറിച്ച്. നിയമപരമായ കാര്യങ്ങൾ വരുമ്പോൾ ഒരു കോംപ്രമൈസും പാടില്ല. അതൊരു ഓപ്ഷനല്ല, അത് നിർബന്ധമാണ്. ഇതിൽ ഒരു ചെറിയ പിഴവ് വന്നാൽ മതി, തുടങ്ങിയതെല്ലാം പൂട്ടിക്കെട്ടേണ്ടി വരും. അതുകൊണ്ട് ഈ കാര്യത്തിൽ അതീവ ശ്രദ്ധ വേണം. ഓരോ രാജ്യത്തും ഓരോ നിയമങ്ങളാണ്, അല്ലേ? നിങ്ങളുടെ പ്രോഡക്റ്റിന് അവിടുത്തെ സേഫ്റ്റി സർട്ടിഫിക്കറ്റ് വേണമായിരിക്കും. കസ്റ്റമേഴ്സിന്റെ ഡേറ്റ സൂക്ഷിക്കുന്നതിന് അവിടെ കർശനമായ നിയമങ്ങളുണ്ടാവാം. അതുപോലെ പരസ്യങ്ങളിൽ എന്ത് പറയാം, എന്ത് പറയാൻ പാടില്ല എന്നതിനും നിയമങ്ങളുണ്ട്. ഇതൊന്നും പഠിക്കാതെ മുന്നോട്ടു പോകാൻ പറ്റില്ല. ഒന്നാലോചിച്ച് നോക്കൂ, നമുക്കിഷ്ടപ്പെട്ട ഒരു സാധനം കണ്ടു, പക്ഷെ പേ ചെയ്യാൻ നോക്കുമ്പോൾ നമ്മുടെ കാർഡോ UPIയോ ഇല്ല. നമ്മൾ എന്തു ചെയ്യും? മിക്കവാറും ആ സാധനം വാങ്ങില്ല, അല്ലേ? അതുപോലെ തന്നെയാണ് ലോകത്തെവിടെയും. അവിടുത്തെ ആളുകൾ ഉപയോഗിക്കുന്ന പേയ്മെന്റ് ഓപ്ഷൻസ് കൊടുക്കണം, വില അവരുടെ കറൻസിയിൽ കാണിക്കണം, പിന്നെ കൃത്യസമയത്ത് സാധനം എത്തിക്കാൻ നല്ലൊരു ഡെലിവറി പാർട്ട്ണറും വേണം. ശരി, അപ്പൊ പ്ലാനിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ശരിക്കുള്ള കളി തുടങ്ങാണ്. പ്രോഡക്റ്റ് മാർക്കറ്റിലിറക്കുക, ആളുകളുടെ റിയാക്ഷൻ എന്താണെന്ന് നോക്കുക, അതിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ടു പോവുക. പുതിയ മാർക്കറ്റിലെ ആളുകൾ എങ്ങനെയാണ് സാധനങ്ങൾ വാങ്ങുന്നത്? അവർ വിലയെപ്പറ്റി ഒരുപാട് ചിന്തിക്കുന്നവരാണോ? അവർ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഫേസ്ബുക്കിലാണോ അതോ ഇൻസ്റ്റഗ്രാമിലാണോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ മാർക്കറ്റിംഗ് തന്ത്രങ്ങളെ ശരിയായ ദിശയിലേക്ക് നയിക്കും. ഈ പ്രോസസ്സിനൊരു കൃത്യമായ ഓർഡറുണ്ട്. വെറുതെ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. ആദ്യം നമ്മൾ ഭാഷയും ഡിസൈനും പോലുള്ള ക്രിയേറ്റീവ് കാര്യങ്ങൾ റെഡിയാക്കും. പിന്നെ നിയമപരമായ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യും. എന്നിട്ടേ മാർക്കറ്റിലേക്ക് ഇറങ്ങുള്ളൂ.
അവിടെ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് വെച്ച് നമ്മൾ മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. വിജയം എന്ന് പറഞ്ഞാൽ വെറും സെയിൽസിന്റെ കണക്ക് മാത്രമല്ല കേട്ടോ. അവിടുത്തെ ആളുകൾ നമ്മുടെ പ്രോഡക്റ്റുമായി എത്രത്തോളം ഇടപഴകുന്നുണ്ട്, കൂടുതൽ ആളുകൾ സാധനങ്ങൾ വാങ്ങുന്നുണ്ടോ, നമ്മൾ നിയമങ്ങളെല്ലാം കൃത്യമായി പാലിക്കുന്നുണ്ടോ, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുതിയ കസ്റ്റമേഴ്സ് ഹാപ്പിയാണോ, ഇതെല്ലാം നമ്മൾ അളക്കണം. അപ്പോൾ ലോഞ്ച് ബട്ടൺ അമർത്തുന്നതിനു മുമ്പ് നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരൊറ്റ ചോദ്യം ഇതാണ്: ഭാഷ, സംസ്കാരം, നിയമം, ഈ 3 കാര്യങ്ങളിലും നമ്മൾ പൂർണ്ണമായി തയ്യാറാണോ? ഇതിന് അതെ എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങളുടെ വിജയയാത്ര തുടങ്ങാം. ശരിയായ പ്ലാനിങ്ങും തയ്യാറെടുപ്പും ഉണ്ടെങ്കിൽ ലോകം തന്നെ നമ്മുടെ മാർക്കറ്റാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ബിസിനസ്സിനെ ലോകത്തിന്റെ ഏത് കോണിലേക്കും ധൈര്യമായി കൊണ്ടുപോകാം. നിങ്ങളുടെ അടുത്ത മാർക്കറ്റ് നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ്.